കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മത്സരം ISL ജയിച്ചിരിക്കുകയാണ്. നമ്മൾ ആ മത്സരത്തെ കുറിച്ചല്ല നോക്കാൻ പോകുന്നത്. ISL പോയിന്റ് ടേബിൾ ഒന്ന് നോക്കിക്കേ. ഈ പോയിന്റ് ടേബിളിൽ 10 മത്സരം കളിച്ച ഏതെങ്കിലും ഒരു ടീമുണ്ടോ? ഇല്ല. പക്ഷെ 11 മത്സരം കളിച്ച ഒരു ടീമുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ്. ബാക്കിയുള്ള ടീമുകൾ 8ഉം 9ഉം മത്സരങ്ങൾ മാത്രം കളിച്ച സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് 11 മത്സരങ്ങൾ. അതായത് ചില ടീമിനേക്കാൾ 3 മത്സരങ്ങൾ കൂടുതൽ, ചില ടീമിനേക്കാൾ 2 മത്സരങ്ങൾ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്? ഫിച്ചേഴ്സ് ഇടുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ടീമിന് മാത്രം അടുപ്പിച്ച് മത്സരങ്ങൾ വരുന്ന രീതിയിൽ ഫിച്ചേഴ്സ്. 15-ാം തീയതി ബ്ലാസ്റ്റേഴ്സ് ഒരു മാച്ച് കളിച്ചു, അതിനുശേഷം 18-ാം തീയതി ഒരു മാച്ച് കളിച്ചു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ 2 ദിവസം ഗ്യാപ്പാണ്. ഇത് ഒരു ടീമിനെ സംബന്ധിച്ച് റിക്കവറി പ്രശ്നം, ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വരും. ഈ ഒരു ഫിറ്റ്നസ് ഇഷ്യൂസ് ഒക്കെ വരും. അടുപ്പിച്ച് മാച്ചസ് വന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ. 11 മാച്ചസ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനാണോ ഇനി ഇത് ഷെഡ്യൂൾ ചെയ്തതെന്ന് അറിയാൻ മേല. ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചസ് ഒക്കെ അടുപ്പിച്ച് വെക്കുക, അതായത് സ്ഥിരം കാണാമല്ലോ മാച്ച്. വെറും വേസ്റ്റ് കണ്ടീഷനാണ് സത്യം പറഞ്ഞാൽ ISLൻ്റെത്. എനിക്കതേ പറയാനുള്ളൂ. കാരണം നമുക്കിത് ഒരു ജസ്റ്റ് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം, അതായത് മത്സരങ്ങളുടെ എണ്ണം കൂടി എന്നൊക്കെ. പക്ഷേ സാധാരണ രീതിയിൽ 1-2 മത്സരങ്ങൾ താഴെ കുറഞ്ഞാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ വേറെ കോമ്പറ്റീഷനിലെ മാച്ചസ് വരുന്ന സമയത്ത് മാറ്റി വെക്കും, ആ ഒരു പോസ്റ്റ്പോൺ ചെയ്യുക, റീഷെഡ്യൂൾ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നാൽ ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഒരു ടീമിന് മാത്രം 2-3 മാച്ചസ് വ്യത്യാസം കൂടുതൽ അവർ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പോണത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിലോ.